ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങൾ ഇതാ ഒരു ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ലുലുവിൽ പർച്ചേസിങ്ങിന് പോയപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്നാണ് ഇക്കാകാന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിങ്. വൈകുന്നേരം 5:30 മുതൽ രാത്രി 10:30 വരെയാണ് കേട്ടോ ഫംഗ്ഷൻ ടൈമിംഗ് വരുന്നത്. ലൊക്കേഷൻ കളമശ്ശേരിയിലാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അയാസിന്റെ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വന്നതും ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്നതും ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫ്രഷ് ആയി റെഡി ആയിട്ട് പോവാൻ നിൽക്കാണ്. വാപ്പിച്ച് ചിപ്സ് കഴിക്കുന്നത് കണ്ടിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹംന നിൽക്കുന്നത്. ഞാൻ ദാ പോയിട്ട് വേഗം തന്നെ ഗിഫ്റ്റ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ മിക്കവാറും ഗിഫ്റ്റ് മറക്കും. സമയം കുറച്ച് ലേറ്റ് ആയി എന്നൊരു തോന്നലുള്ളതുകൊണ്ട് വേഗം തന്നെ ഗിഫ്റ്റ് ഞാൻ ഹയാസിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചെരുപ്പിടാൻ എളുപ്പത്തിന്. എല്ലാം ഷടപടേന്നായിരുന്നു കേട്ടോ. ഒരു 8:45 ആയപ്പോഴേക്കും നമ്മൾ ഹൗസ് വാമിങ്ങിന്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീടിന്റെ അങ്ങോട്ടേക്ക് നടക്കാണ്. വീട് നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്ത് വന്നതാണ് കേട്ടോ. പക്ഷെ ഈ വീടിന്റെ ഭംഗി കൊണ്ടിട്ട് ഇതെടുത്ത് വന്നപ്പോ എല്ലാം ഞാൻ മുക്കും മൂല അരിച്ചു പെറുക്കി എടുത്ത് വന്നപ്പോഴേക്കും ഇതൊരു ലോങ് വീഡിയോ ആയിട്ടോ. ചില വീടുകളുടെയൊക്കെ ഒരു പ്ലാൻ കാണുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു വീട് പോലെയൊക്കെ തോന്നുമല്ലോ. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ച വീടാണ് കേട്ടോ ഇത്. അതാണ് ഞാൻ ഈ വീഡിയോന്റെ ലോങ് വീഡിയോ ഇടുന്നത്. ഈ അടുത്തിടെ വീട് പണിയുന്നവർക്കും വീട് റെനോവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് കേട്ടോ ഇക്കാന്റെ ഫ്രണ്ട് ശ്രീകാന്ത്. ഹയാസത്തെ ഗിഫ്റ്റ് ഒക്കെ ചേട്ടന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആള് അത്യാവശ്യം തിരക്കിലായിരുന്നു. ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുന്ന തിരക്കിലാണ്. പിന്നെ നമ്മൾ നിന്നിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കാണ്. ലൈവായിട്ട് അടിച്ചിരുന്നതുകൊണ്ടും പിന്നെ അത്യാവശ്യം ഹറിബറി കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടും ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. ആക്ച്വലി ശ്രീകാന്തേട്ടന്റെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇക്കാകന്റെ സ്കൂൾ മേറ്റും ക്ലാസ്മേറ്റും കോളേജ് മേറ്റും നെയ്ബർ മേറ്റും എല്ലാം ആണ് ശ്രീകാന്തേട്ടൻ. അങ്ങനെ നമ്മൾ ആ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഇനി നമ്മൾ വീട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറാണ് കേട്ടോ. എനിക്ക് ഇവരുടെ സിറ്റ് ഔട്ടിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്തത്. സിറ്റ് ഔട്ടിലത്തെ ലൈറ്റിങ്ങും ഇവിടുത്തെ ഈ ഒരു ടൈലിന്റെ കോമ്പിനേഷനും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ടൈൽ എല്ലാം വരുന്നത് മാറ്റ് ഫിനിഷ് ആണ്. നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ അങ്ങനെ മെയിൻലി ലിവിംഗ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. കോർണർ സെറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് ആണെങ്കിലും ബാക്കി ഇന്റീരിയർ വർക്ക് ആണെങ്കിലും എല്ലാം മിനിമലില് നല്ല എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ലിവിംഗ് ഏരിയയിലെ ഷോക്കേസ് ഇവര് നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ശ്രീകാന്തേട്ടനും വൈഫ് രേവതി. ഇവർക്കൊരു മോനാണ് കേട്ടോ ദക്ഷിത്. പിന്നെ വൈഫിന്റെ ഫാദറും മദറും ആണ്. നമ്മുടെ വീട്ടില് ബ്രദറിന്റെ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പൊ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പാനൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആക്ച്വൽ ടൈം ഇത് തന്നെയാണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനിത് പറയാണ്. തെറ്റുകൾ കണ്ടുപിടിക്കുന്നവര് അത് കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയെ. ലിവിംഗ് ഏരിയയിൽ നിന്ന് കടന്നു വരുന്ന ഹാളിൽ സൈഡിലായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ചെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഹോം തിയേറ്റർ വൈബ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത് സൂപ്പർ ആണ് കേട്ടോ. ഈ ഒരു മിററിന്റെ ഡിസൈനും അവിടുത്തെ ലൈറ്റിങ്ങും അതുപോലെ ചെയ്തേക്കുന്ന ആ ഒരു ടൈലിന്റെ വർക്കും ആ വാഷ് ബേസിനും കൂടി വന്നപ്പോ നല്ല എലഗന്റ് ലുക്ക് ആയിട്ടുണ്ട്. ഹയാസ് ആണെങ്കിൽ ഈ വാഷ് ബേസിൻ കണ്ടപ്പോ തൊട്ട് ഉമ്മി ഇത് ഗോൾഡ് ആണോ എന്നും ചോദിച്ചിരിക്കായിരുന്നു കേട്ടോ. കുറെ നേരം തട്ടിയും തലോടിയൊക്കെ അതിനവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസും കൂടി ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ നിലയിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇതൊരു ഡ്രസ് യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൽഫി വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാതെ വിടാറില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെയും വന്നിട്ട് കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ കട്ടിലുമോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള കട്ടിലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് നല്ല സ്ലൈഡിംഗ് ടൈപ്പ് ആണ് വന്നേക്കുന്നത്. നമ്മൾ അത്യാവശ്യം വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പൊ സ്റ്റോറേജ് സ്പേസ് കുറവാണെന്നുള്ള ഒരു പരാതി എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഇക്കാകാനോട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ അവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ബെഡ്റൂമിലത്തെ ഈ ഒരു ബാത്റൂം ആണ് വരുന്നത്. ഇതും നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ടൈലാണെങ്കിലൊക്കെ നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം ഒക്കെ കണ്ടു. ഇനിയിപ്പോ അടുത്ത ബെഡ്റൂം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി എന്നുള്ളൊരു തോന്നലുണ്ടായെങ്കിലും ഇവിടെ എത്തിയപ്പോ കറക്റ്റ് ടൈമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനാണെങ്കിലും വീട് നടന്ന് കാണാനാണെങ്കിലും നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാണ്. ഇവിടെ കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഒരു കട്ടിൽ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് സെപ്പറേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബെഡ്റൂമിനകത്ത്. ആസ് യൂഷ്വൽ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പൊ ഞാൻ മിറർ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഹയാസിതായി ഇവിടെ നോക്കിയിട്ട് ഗിഫ്റ്റ് ഒക്കെ നോക്കാണ്. നമ്മളുടെ ഗിഫ്റ്റ് എവിടെ ഉമ്മീന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ ഒരു ടൈപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് താഴെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാം. പിന്നെ ഒരു വർക്കിംഗ് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ടേബിളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂമില്. പിന്നെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊതുവെ ഇക്കാക്ക് എവിടെയെങ്കിലും ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീട് നോക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുന്നേ നമ്മുടെ വീട്ടിൽ ബ്രദറിന്റെ വീട് പണി നടക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലായിടത്തും ഹൗസ് വാമിങ്ങിന് പോയാലും അല്ലെങ്കിൽ പുതിയൊരു വീട്ടിൽ
കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇക്കാക്കെ നോക്കൂട്ടോ. പിന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് അല്ല നേരെ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഈ ഒരു പാറ്റിയോയിലൊക്കെ ഇറങ്ങുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ വീടിന്റെ ആ ഒരു ടൈലാണെന്ന് തോന്നുന്നുണ്ട് വോളിലൊക്കെ കൊടുത്തേക്കുന്നത്. ആ ഒരു വർക്കും ലൈറ്റിങ്ങും പിന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കേട്ടോ. മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇരിക്കാൻ അടിപൊളി വൈബായിരിക്കും. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ ചെയ്തേക്കുന്നത്. ബ്രദറിന്റെ വീട്ടിലും ഈ ഒരു പാറ്റിയോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ അതിനോട് ഭയങ്കര സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്തു കേട്ടോ. ഈ ഒരു ഏരിയ വീടുകൾക്കുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം കയറാനും എനിക്ക് ഈ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ലൈറ്റിങ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാം. പിന്നെ ഇപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ലൈറ്റിങ്ങിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം ക്യാമറ എവിടെ വെച്ചാലും ആദ്യം തന്നെ ലൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഡൈനിങ് ടേബിളും ചെയറൊക്കെയാണ് ഈ വരുന്നത്. കിച്ചൺ ഒരു രക്ഷയില്ല എന്ന് പറയാട്ടോ. എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു കിച്ചൺ. എന്റെ സ്വപ്നത്തിലെ ഒരു എല്ലാ ഫെസിലിറ്റിയും നിറഞ്ഞൊരു കിച്ചൺ തന്നെ പറയാട്ടോ. ഡൈനിങ് ഏരിയയിൽ ഒരു വിസിബിൾ വാർഡ്രോബ് ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു കിച്ചന്റെ സീലിംഗ് വർക്ക് ആണെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴത്തെ ടൈല് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു ഓവനൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. ഈ ഒരു വാർഡ്രോബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന്. അതുപോലെ തന്നെ കിച്ചണിന് മാച്ച് ആവുന്ന ഒരു ഫ്രിഡ്ജ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. മുകളിൽ ഫ്രിഡ്ജും താഴെ ഫ്രീസറും ആയിട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ടല്ലോ അതാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാനിപ്പോ 1-2 തവണയായി പറയുന്നത്. പിന്നെ ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഈ നാനോ വൈറ്റും ആ വോൾ ടൈലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ ഒരു സിങ്ക് മൾട്ടിപർപ്പസ് യൂസ് ആണല്ലോ. ഈ ഒരു ടാപ്പ് ആണെങ്കിലും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ഈ അടുക്കളയിൽ അത് ഇതൊക്കെ എടുത്തൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ കാര്യമായ കുക്കല്ലെങ്കിലും അടുക്കള നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതേ ഹോബാൻഡ് ഹുഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നുണ്ട് ഉള്ളിക്കൊട്ടയാണ്. ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ കാണുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. ഇതായിരിക്കുമല്ലോ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം മറ്റടുത്ത ടൈൽ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. പിന്നെ അത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഒരു കിച്ചൺ തന്നെ ആയിരിക്കും അലമ്പാക്കി ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ ഈ ഒരു വർക്ക് ഏരിയയിലാണ് കേട്ടോ. ഈ ഒരു എൻട്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടുക്കള ഭാഗമാണെന്ന് തോന്നില്ല. അത്രയും നീറ്റായിട്ടൊക്കെ ഇപ്പൊ നല്ല ലെവൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിന് ചുറ്റും നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നടക്കാനും പിടിക്കാനും ഇരിക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ. പിന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അലക്കല്ല് ഇവിടെയും വന്നിട്ടുണ്ട്. ബക്കറ്റ് വേണ്ടാത്ത അലക്കല്ലാണ് കേട്ടോ. അപ്പൊ ഇവിടെ കല്ല് വെച്ചിട്ടില്ല, ബാക്കി എല്ലാ സെറ്റപ്പും ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീടിന്റെ താഴ്ഭാഗവും അങ്ങനെ പുറം ഭാഗവും ഒക്കെ കണ്ടിട്ട് നേരെ നമ്മൾ മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് കയറാണ്. ഇവിടെ ആണെങ്കിൽ ഈ വോളിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഹാൻഡ് റെയിൽ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിന്റെ ആണ്. മെയിൻലി എനിക്ക് ഈ ഒരു വീടിന് തോന്നിയത് നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ ഉണ്ട് കേട്ടോ. കാറ്റും വെളിച്ചവും എവിടെ നോക്കിയാലും ഉണ്ടാവും. നല്ലൊരു പീസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അയേണിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് 2 ഡോർ ഉണ്ട്. ഒരെണ്ണം ടെറസിലേക്കും ഒരെണ്ണം ഒരു ഏരിയയിൽ ഇവര് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഈ ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇവർക്ക് വരുന്നത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഒരു പോർഷൻ ഇവര് വാടകയ്ക്കായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ വർക്കിംഗ് ടേബിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വാഷ്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിന്റെ ടൈലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാരണവശാൽ 1-2 ദിവസമൊക്കെ നമുക്ക് വാഷ്റൂം കഴുകാൻ പറ്റിയില്ലെങ്കിലും നല്ല നീറ്റായിട്ട് കിടന്നുള്ളൂ. അത്ര അലമ്പായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു അലമാരയും കൂടി സ്റ്റീലിന്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവര്. ഈ ഒരു റൂമിൽ നിന്ന് തന്നെ ബാൽക്കണിയും വരുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി ബാൽക്കണി ആണെങ്കിലും കാണാൻ നല്ല ചേലുണ്ട്. ഹയാസ് താഴേന്ന് ലൈറ്റ് അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറി മാറി കളിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. താഴെ കണ്ട പാറ്റിയോന്റെ മുകൾ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. പർഗോള വർക്ക് പോലെ ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടേക്കാണ്. പാറ്റിയോന്റെ ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് മഴയുടെ സമയത്തായിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും ആ ഗ്ലാസ്സിൽ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുമ്പോൾ. ഇതാണ് കേട്ടോ ഇവര് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സെറ്റപ്പ്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ഹോളാണ്. അവിടെ നിന്ന് ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിളും ചെയറും സോഫയും ചെറിയൊരു വേറൊരു മേശയും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 റൂംസ് ആണ് വരുന്നത്. ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു റൂമില് കട്ടിലും കിടക്കയും അതുപോലെ തന്നെ ഒരു സ്റ്റീലിന്റെ അലമാരയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ വാഷ്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവരെല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ കോട്ട് ബെഡാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഒരു ബെഡും കൂടി ഇവിടെ എന്തായാലും ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഈ റൂമിലും ഒരു സ്റ്റീൽ അലമാരയുണ്ട്. കണ്ണാടി എവിടെ കണ്ടാലും ഷോളൊക്കെ ഒന്ന് മര്യാദക്ക് ഇടുക, എല്ലാം ഒന്ന് റെഡിയായി സെറ്റ് ആക്കി ഇടുക. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് നിങ്ങളെ മര്യാദക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാന്നുള്ള പ്രഹസനങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾ മൈൻഡ് വെക്കണ്ട. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് അടിച്ച് വിട്ടേക്ക് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എനിക്ക് ഈ കുട്ടി എടുക്കലിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നീറ്റാക്കിടാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. ഇവിടെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടെറസ് ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എന്തായാലും സ്പേസ് ഉണ്ട്. ഇവിടുത്തെ ഓണേഴ്സിനാണെങ്കിലും റെന്റിന് വരുന്ന ആളുകൾക്കാണെങ്കിലും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ടെറസിന്റെ ഓപ്പണിംഗ് വരുന്നത്. പിന്നെ സോളാർ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും കറണ്ട് ബില്ലിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം ഇനി എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു പാറ്റിയോന്റെ മുകൾ ഭാഗം കാണാൻ പറ്റും. അതുപോലെ തന്നെ കിണർ ഞാൻ ഇവിടെ മുകളിൽ കയറിയപ്പോഴാണ് കേട്ടോ കണ്ടത്. അത്യാവശ്യം വലിയ കിണറാണ്. ഈ ടെറസിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റൈറ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ കുറെ നേരമൊക്കെ അവിടെ ഇവിടേക്ക് ഇരുന്ന് നോക്കി നടന്നിട്ടൊക്കെയാണ് കേട്ടോ താഴോട്ട് ഇറങ്ങിയത്. മുകളിലേക്ക് കയറാനുള്ള എക്സ്ട്രാ സ്റ്റെയർസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ വീട് എന്ന് പറയുന്നത്. അത് വീടില്ലാത്തവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഭയങ്കര മിനിമലില് പക്ഷെ ഭയങ്കര എലഗന്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വീടാണ്. മുകൾ ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ താഴേക്ക് ഇറങ്ങാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് എനിക്ക് ഈ ഒരു വീട് കണ്ടപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വീട് ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു സ്റ്റെയർ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ആ റെന്റഡ് പോർഷനിലേക്ക് കയറുന്ന സ്റ്റെയർ. മുറ്റത്തായിട്ട് ഒരു കോർണർ ഏരിയയിൽ ചെറിയൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് ചില്ലടിച്ച് ഇവിടെ അങ്ങോട്ട് ഇരിക്കാം. പിന്നെ വീടിന്റെ പുറത്തെ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. പിള്ളേരൊക്കെ ഇതാ ഇവിടെ കളിച്ചും ചിരിച്ചും മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഹയസിന്റെ ഷൂസ് ഒക്കെ ഇടിക്കുകയാണ് കേട്ടോ ഞാൻ. ഇവരെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോളിലായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിന് പുറമെ ഐസ്ക്രീം കഴിക്കാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എടുത്തൊരു ലോങ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഞാനിപ്പോൾ ഒരുപാട് തവണയായില്ലേ പറഞ്ഞ് വെറുപ്പിക്കുന്നത്. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോയിട്ട് ഒരു 10:30 കൂടി ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.